പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, മക്കളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇല്ലാതാകും, സമൂഹങ്ങൾ അപ്രത്യക്ഷമാകും. ഇന്ന് ഈ ദാരിദ്ര്യം അതിൻ്റെ എല്ലാ തീവ്രതയിലും അനുഭവിക്കുന്ന സമൂഹം നമ്മുടെ സമൂഹമാണ്. തിരിച്ചുവരവിനൊരുങ്ങുന്നില്ലെങ്കിൽ, ഒരുക്കുന്നില്ലെങ്കിൽ ഭാവി ഇരുളടഞ്ഞതാകും. മക്കളുടെ ദാരിദ്ര്യം വന്നു ചേർന്നതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു തരുന്നു. വിശുദ്ധ മത്തായി 22-ാം അധ്യായം 29-ാം വാക്യം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവജനമേ, തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവമഹത്വം നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ദൈവത്തോടൊപ്പം നടക്കേണ്ടവൻ, ദൈവത്തോടൊപ്പം ചിന്തിക്കേണ്ടവൻ, ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടവൻ, ദൈവഹിതം അന്വേഷിക്കേണ്ടവൻ, അത് നടപ്പിൽ വരുത്തേണ്ടവൻ, അതാണ് മനുഷ്യൻ, അവനാണ് മനുഷ്യൻ. എന്നാൽ താൻ ആരാണെന്ന് മറക്കുന്നവൻ നശ്വര ലോകത്തിന് അടിമയാകും. ലോകത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമായിരിക്കും അവനെ ഭരിക്കുക, അവനെ നയിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? സഹോദരരെ, ലോകം വച്ചു നീട്ടുന്ന മായാദർശനങ്ങളുടെ പിന്നാലെ, ആ മരീചികയുടെ പിന്നാലെ ഓടി പരാജയപ്പെടുന്ന മനുഷ്യൻ മറന്നുപോകുന്ന യാഥാർത്ഥ്യം ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്ന നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് അവനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ എന്ന് അനുഗ്രഹിച്ച പിതാവിനെയാണ്. സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് അരുൾ ചെയ്ത കർത്താവായ ദൈവത്തെയാണ്. സങ്കീർത്തനം 105:24. ദൈവം തൻ്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളേക്കാൾ ശക്തരാക്കി. പ്രിയരെ, നാം ആരുടെ ജനമാണ് എന്ന തിരിച്ചറിവാണ് നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുക. വിവാഹം വേണ്ട, മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ, വിവാഹം നാളെ എന്ന് നീട്ടിവെക്കുമ്പോൾ, പിണങ്ങി പിരിഞ്ഞു പോകുന്ന ദാമ്പത്യങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോകുമ്പോൾ സ്രഷ്ടാവിനെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ എണ്ണം പെരുകിയെന്നും ആട്ടിൻപറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു എന്നുമുള്ള സങ്കീർത്തനം 107-ലെ തിരുവചനങ്ങൾ അപ്രസക്തമാവുകയാണ്. ജെറമ്യാ പ്രവാചകനിലൂടെ അധ്യായം 29-ൽ വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് എന്നു കൽപ്പിച്ച കർത്താവിനെ മറക്കുമ്പോൾ, ധിക്കരിക്കുമ്പോൾ നാം നമുക്ക് തന്നെ നാശമാവുകയാണ്. കാരണം ദൈവ സൃഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ, മനുഷ്യൻ വസിക്കുന്ന ഈ ഭൂമിയുടെ സുസ്ഥിതിയും ഐശ്വര്യവും സമാധാനവും സന്തുഷ്ടിയും നിലനിൽപ്പും ദൈവജനത്തിൻ്റെ വളർച്ചയിലാണ്. സഹോദരരെ, കർത്താവായ സ്രഷ്ടാവായ ദൈവത്തിലേക്ക് ദൈവജനം നാം തിരിച്ചു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പക്കലേക്ക് ശിശുക്കൾ വരുന്നത് തടഞ്ഞ അപ്പസ്തോലന്മാരോട് അവിടുന്ന് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. ഈശോ മിശിഹ തൻ്റെ ജനത്തോട് തൻ്റെ ആഗ്രഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവജനമേ, മക്കളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടന്ന് അനുഗ്രഹീതരും ഐശ്വര്യമുള്ളവരും ലോകത്തിന് അനുഗ്രഹവുമായി മാറാം. അതിന് കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ദൈവീക ചൈതന്യത്താലും ബോധ്യങ്ങളാലും നിറയ്ക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.